വെൽക്കം ബാക്ക്. ഷിയാബ്സ് അക്കാഡമീസ് ലേൺ ടാലി ഇൻ സിമ്പിൾ മെത്തേഡ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി വാറ്റ് വാല്യൂ ആഡഡ് ടാക്സിൽ എങ്ങനെ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ട്സും ഇൻവെൻട്രിയും കൂടെ വാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വാറ്റ് മാത്രമായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു വാറ്റ് വിത്ത് ഇൻവെൻട്രി ട്രാൻസാക്ഷൻ. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇൻവെസ്റ്റഡ് ഇൻ ടു ബിസിനസ് റുപ്പീസ് 1 lakh. അറിയാം, ക്യാഷ് ടു ക്യാപിറ്റലാണെന്നറിയാം, F6 റെസിപ്റ്റിലാണെന്നും അറിയാം. സെക്കൻഡ് ട്രാൻസാക്ഷൻ പർച്ചേസ് 5% ഫോർ ക്യാഷ്. കീബോർഡ് 5 number @400, മൗസ് 10 number @350. അപ്പോൾ കീബോർഡും മൗസുമാണ് ഇവിടുത്തെ ഇൻവെൻട്രി ഐറ്റംസ്. അപ്പം 5% ആണ് ഈ രണ്ട് പ്രോഡക്റ്റിൻ്റെയും ടാക്സ്. ഇൻപുട്ട് വാറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ 5% ആണ്. അപ്പം നമുക്കിതെങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. TallyPrime ഓപ്പൺ ചെയ്യുന്നു. ഞാനൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു, വാറ്റ് വിത്ത് ഇൻവെൻട്രി കേരള, ഇന്ത്യ. ദെൻ ഈ ഒരു പർട്ടിക്കുലർ കമ്പനി സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പോൾ കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഇൻഫോർമേഷൻ വരും. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി ഏസ്, ബിൽ വൈസ് ഏസ്, മെയിൻറ്റെയിൻ ഇൻവെൻട്രി ഏസ് ആണ്. ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇൻവെൻട്രി വാല്യൂയെ അക്കൗണ്ട്സിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പാർട്ടാണ്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒക്കെ വരാൻ വേണ്ടിയാണ്. എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. നമ്മളിവിടെ ഇപ്പോൾ GST ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബൈ ഡിഫോൾട്ട് അത് ഏസ് ചോദിക്കുന്നത്. വിദേശത്തൊക്കെ വാറ്റ് എനേബിളായി. അപ്പം വിദേശത്തുള്ളവർക്കാണ് കൂടുതലും ഇത് പ്രയോജനം ചെയ്യുക. എങ്കിലും എല്ലാവരും വാറ്റിൻ്റെ ഇൻഫോർമേഷൻ അറിഞ്ഞിരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. എനേബിൾ വാല്യൂ ആഡഡ് ടാക്സ് വാറ്റ് ഏസ് ആക്കുന്നു. കേരള, ടിൻ നമ്പർ കൊടുക്കുന്നു, സേവ് ചെയ്യുക. ദെൻ മറ്റുള്ള ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആക്കുക. ദെൻ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി അക്കൗണ്ടിങ് വൗച്ചറിലേക്ക് പോവാണ്. F6 റെസിപ്റ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് 1 lakh. ഡെബിറ്റ് ക്യാഷ് സേവ് ചെയ്യുന്നു. F9 പർച്ചേസ്. F9 പർച്ചേസിൽ നമുക്കറിയാം ഇൻവോയ്സ് മോഡിലാണ് വന്ന് നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് മോഡിലേക്ക് പോയിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ഐറ്റം ഇൻവോയ്സും അക്കൗണ്ട് ഇൻവോയ്സും ആസ് വൗച്ചർ 3 രീതിയിലാണ് നമുക്ക് വൗച്ചർ വരുന്നത്. ആസ് വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ വരും. അക്കൗണ്ട് ഇൻവോയ്സ് ആണെങ്കിൽ പർട്ടിക്കുലേഴ്സ് റേറ്റ് എമൗണ്ട് എന്നുള്ളത് വരും. നമുക്ക് വേണ്ടത് ഐറ്റം ഇൻവോയ്സ് ആണ്. ഐറ്റം ഇൻവോയ്സ് എന്ന് പറയുന്നത് നെയിം ഓഫ് ഐറ്റം, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഈ ഒരു സ്ക്രീനാണ് നമുക്ക് വേണ്ടത്. പാർട്ടീസ് നെയിമിൽ ക്യാഷ് കൊടുക്കുന്നു. പർച്ചേസ് ലെഡ്ജറിൻ്റെ അവിടെ പർച്ചേസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ ഓൾട്ട് സി ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. പർച്ചേസ് @5% അണ്ടർ പർച്ചേസ് അക്കൗണ്ട്. നോട്ട് ആപ്ലിക്കബിൾ. സെറ്റ് ഓർ വാറ്റ് ഡീറ്റെയിൽസ് ഏസ്. ഇവിടെ അൺഡിഫൈൻഡ് എന്നായിരിക്കും. പർച്ചേസ് ടാക്സബിൾ സെലക്ട് ചെയ്യുന്നു. പർച്ചേസ് ടാക്സബിൾ 5% കൊടുക്കുന്നു. ടാക്സബിൾ സേവ് ചെയ്യുന്നു. ദെൻ നെയിം ഓഫ് ഐറ്റത്തിൽ വന്നിട്ട് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കീബോർഡ് അണ്ടർ ആക്സസറീസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് അങ്ങ് ക്രിയേറ്റ് ചെയ്യാം. ആക്സസറീസ്. യൂണിറ്റിൻ്റെ അവിടെ വന്നു. യൂണിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. OLT-CNOS ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. നമ്പേഴ്സ്, ആ ഫോർമൽ നെയിം എന്താണെന്ന് കൊടുക്കുക. അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്യുമ്പം സ്റ്റാൻഡേർഡ് റേറ്റ് സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊന്ന് ആക്കി ഞാൻ കാണിച്ചു തരാം. നമുക്ക് 2 കോളം വരും. ഒന്ന് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, പർച്ചേസ് കോസ്റ്റ് ആണ്. സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ്. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ സെയിൽസിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെയിൽസ് പ്രൈസ് വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ആക്റ്റീവ് ആക്കിയാൽ മതി. ഇനിയുള്ള കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. വാറ്റ് ആപ്ലിക്കബിൾ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഈ വാറ്റ് ആപ്ലിക്കബിൾ കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെ സെറ്റ് ഓൾട്ടർ വാറ്റ് ഡീറ്റെയിൽസ് കണ്ടോ, അത് ഏസ് ആക്കണം. ഏസ് ആക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കീബോർഡിൻ്റെ എത്ര ടാക്സ് ആണെന്നുള്ളത് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ 5% എന്ന് കൊടുത്തു, ടാക്സബിൾ, ദെൻ സേവ് ചെയ്തു. ദെൻ ഇവിടെ 5 നമ്പറാണ്, റേറ്റ് 400 ആണ്.
400 കൊടുത്തു, 2000 വന്നു. അത് കഴിഞ്ഞാൽ ഇവിടെ ടാലി പ്രൈമിൻ്റെ ഒരു പ്രത്യേകതയാണ്, റൈറ്റ് സൈഡിൽ തന്നെ ഡിസ്കൗണ്ട് കോളം ചോദിക്കുന്നുണ്ട്. കണ്ടോ, ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് കൊടുക്കാം, ഒന്നുകൂടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൊടുക്കാം. ഈ 2 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്റ്റീവ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ കോൺഫിഗറേഷനൊക്കെ ചെയ്തിട്ട് അതിനകത്ത് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഇത് ബൈ ഡിഫോൾട്ട് ഇവിടെ ഉണ്ടാവുന്നതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം വാല്യൂ കൊടുത്താൽ മതി. ഒന്നുകൂടെ എൻട്രി ചെയ്യുമ്പോൾ അടുത്ത ഇതിലേക്ക് വരും. ദെൻ മൗസ് പ്രൈമറി അല്ല ആക്സസറീസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് സെലക്ട് ചെയ്യണം. യൂണിറ്റ് നമ്പർ യെസ് 5% വന്നു. അവിടെ നമ്മൾ 10 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. 300 350 ആണോ 300 ആണോ നമുക്കൊന്ന് നോക്കാം. 350 ആണ്. 350. അപ്പോൾ 5500 എന്ന് വന്നു. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഒന്നെങ്കിൽ പെർസെൻറ്റേജ് ഇവിടെ ഒരു 2% കൊടുത്തു കഴിഞ്ഞാൽ ആ 2%ൻ്റെ വാല്യൂ വരും. 0 കൊടുത്തിട്ട് നമ്മളൊരു 100 ആണെന്ന് കൊടുക്കുകയാണെങ്കിൽ 100 എന്നുള്ള വാല്യൂ വരും. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. എൻഡ് ഓഫ് ലിസ്റ്റ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വരുന്നത് ഈ ടോട്ടലിൻ്റെ താഴെ വരും. ഈ ടോട്ടലിൻ്റെ താഴെ നമ്മളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. എന്താണ്? പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ടാക്സ് ഇൻപുട്ട് VAT @5% under duties and tax VAT അവിടെ പെർസെൻറ്റേജ് 5 എന്ന് കൊടുക്കുന്നു. സേവ് നോക്കിയേ 275 എന്നുള്ള വാല്യൂ വരും. ദെൻ നമ്മളിത് സേവ് ചെയ്യുന്നു. അപ്പം 5775 രൂപയാണ്. 5775 റുപ്പീസാണ് നമ്മുടെ പർച്ചേസ് വാല്യൂ, ബിൽ വാല്യൂ എന്നുള്ളത്. അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി നോക്കുക, ഗേറ്റ് വേ ഓഫ് ടാലി വരുന്നു. ഗേറ്റ് വേ ഓഫ് ടാലി വന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പർച്ചേസിൻ്റെ അവിടെ എത്രയേ കാണത്തുള്ളൂ? 5500 അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്കും അത്ര തന്നെ കാണത്തുള്ളൂ. ഓൾട്ട് F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസറീസ് എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടോ, 5 കീബോർഡും 10 മൗസും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് വാല്യൂ ആയിട്ട് അവിടെ വന്നു. പർച്ചേസിലാണ്. ടോട്ടൽ പർച്ചേസ് വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ വരണം? ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്ക്, അതിൽ പർച്ചേസ് രജിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ 5775 എന്നുള്ളത് ഇവിടെ മാത്രമേ കാണത്തുള്ളൂ, ഇൻക്ലൂഡിങ് ടാക്സ് എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത സെയിൽസ് ആണ്. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ് 5% ഗുഡ്സ് ഫോർ ക്യാഷ്, കീബോർഡ് 5 നമ്പർ, മൗസ് 10 നമ്പർ. അതിൻ്റെ വാല്യൂ 550ഉം 450ഉമാണ്. ഇപ്പോൾ വാങ്ങിയ അത്രയും പ്രോഡക്റ്റ് തന്നെ നമ്മൾ സെല്ല് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ റെക്കോർഡ് ചെയ്യും? ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഔച്ചറി വന്നു, F8 സെയിൽ എടുത്തു, പാർട്ടീസ് നെയിം ക്യാഷ്, സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. സെയിൽസ് @5% അണ്ടർ സെയിൽസ് അക്കൗണ്ട്, ആപ്ലിക്കബിൾ, സെറ്റ് ഓൾട്ടർ, സെയിൽസ് ടാക്സബിൾ 5%. ദെൻ സേവ് ചെയ്തു. കീബോർഡ് 5 നമ്പർ, റേറ്റ് എത്രയായിരുന്നു? 550, 2750. ഡിസ്കൗണ്ട് വാല്യൂ ഒന്നുമില്ല. മൗസ് 10 നമ്പർ, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 450. ഇപ്പം 7250 എന്നുള്ള വാല്യൂ വരും. അതിൻ്റെ ടോട്ടലിൻ്റെ താഴെ വന്നു. ഓൾട്ട് C, ഔട്ട്പുട്ട് VAT @5% അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്. VAT ആണ്, 5% കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. അപ്പം 362.50 എന്നുള്ളത് വരും. പിന്നെ നമുക്കൊരു റൗണ്ട് ഓഫും കൂടെ കൊടുക്കണം. കാരണം മിക്കവാറും ഈ ഒരു പെർസെൻറ്റേജ് വരുമ്പം എന്തെങ്കിലും ഡെസിമലുമായിട്ട് വരുന്ന പൈസയുടെ കണക്കുകളുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? റൗണ്ട് ഓഫ് ചെയ്ത് വിടും, ഇല്ലേ? അപ്പോൾ റൗണ്ട് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ചെയ്യുമ്പം ടൈപ്പ് ഓഫ് ലെഡ്ജർ ചോദിക്കും. ഇൻവോയ്സ് റൗണ്ടിങ് എന്നുള്ള സെലക്ട് ചെയ്യുക. നോർമൽ റൗണ്ടിങ് 1 എന്നുള്ളത് വരും. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി 0.50 വരും. അപ്പം 0.50 ആൻഡ് എബോവ് ആണെങ്കിൽ പ്ലസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ പ്ലസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 7613 എന്നുള്ള വാല്യൂ ആണ് നമ്മുടെ സെയിൽസ് ബില്ലിൽ വരുന്നത്. 0.50 താഴെയായിരുന്നെങ്കിൽ അത് ലെസ് ചെയ്ത് പോയേനെ കേട്ടോ. അപ്പോൾ 7613 എന്നുള്ളതാണ് സെയിൽസ് വാല്യൂ.
അപ്പോൾ എല്ലാവരും ചോദിക്കും, ഒരു ക്രെഡിറ്റ് പർച്ചേസ് വരുവാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് ചോദിക്കും. ഇവിടെ പാർട്ടീസ് നെയിമിൻ്റെ അവിടെ ആ പാർട്ടി അങ്ങ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം ഷിഹാബ് എന്ന് പറയുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ അണ്ടർ സൺട്രി ഡെപ്റ്റർ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുക. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ കൊടുക്കുക. അയാൾ ഏത് സ്റ്റേറ്റാണ്, അദ്ദേഹത്തിൻ്റെ ട്രാൻസാക്ഷൻ ID, IT, VAT ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ടിൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യുക. ദെൻ സെയിൽസ് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നോക്കിയേ, നമ്മൾ നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ 7250 എന്ന് പറയുന്ന സെയിൽസ് വന്നിട്ടുണ്ട്. പർച്ചേസ് എത്രയാണ്? 550 ഉണ്ട്. നമുക്ക് സ്റ്റോക്ക് എല്ലാം ഒന്നുമില്ല, തീർന്നു. കാരണം വാങ്ങിയത് മുഴുവൻ വിറ്റു. എന്നുള്ളത് ഇവിടെ ക്ലോസിംഗ് ബാലൻസിൻ്റെ അവിടെ 0 ആണ്. ഒന്നുകൂടെ കാണിക്കാം. സെയിൽസ് രജിസ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ, അക്കൗണ്ട് ബുക്കിൽ സെയിൽസ് രജിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ 7613 ആണ്. ഞാനിപ്പോൾ ഇതിൽ ഒന്നുകൂടെ എൻറ്റർ ചെയ്ത് വരികയാണ്. കീബോർഡ് 4 നമ്പർ കൊടുക്കുകയാണ്. ഇവിടെ മൗസ് 9 നമ്പറും കൊടുക്കുകയാണ്. അതനുസരിച്ച് നമ്മുടെ ടാക്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 6563 എന്നുള്ളതാണ് വന്നിരിക്കുന്നത് വാല്യൂ. സേവ് ചെയ്യുന്നു. ഇനി നോക്കിയാൽ സ്റ്റോക്ക് സമ്മറി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. എടുത്തു കഴിഞ്ഞാൽ അവിടെ 750 റുപ്പീസിൻ്റെ ആക്സസറീസ് ഇരിപ്പുണ്ട്. ഓരോന്ന് വ്യത്യാസമായിട്ട് കാണും. കണ്ടോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അകത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് 750 കാണിക്കുന്നുണ്ട് ആക്സസറീസ്. ഇതെടുത്തിട്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ റൈറ്റ് സൈഡിൽ ഷോ പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിറ്റിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് 1500 എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിരിക്കും. കണ്ടോ? ഷോ പ്രോഫിറ്റാണ്. അത് ഹൈഡ് പ്രോഫിറ്റ് എന്നും പറഞ്ഞത് വന്നിട്ടുണ്ട്. നോക്കിയേ, ഈ 1500 നമ്മളിപ്പം കണ്ടത്. അപ്പോൾ അങ്ങനെയൊരു പ്രൊവിഷനുണ്ട്. വീണ്ടും ഞാൻ സെയിൽസ് എടുക്കുകയാണ്. ഒന്നുകൂടെ എൻറ്റർ ചെയ്ത് വന്നു. ആ വൗച്ചർ ഓൾട്രേഷനിൽ 5 എന്ന് തന്നെ കൊടുത്തു. ഇവിടെ വാല്യൂ 10 എന്ന് തന്നെ കൊടുത്തു. ഓക്കെ. ഇവിടെ ടാക്സ് 362.50 എന്ന് പറഞ്ഞു വന്നു. ഞാൻ സേവ് ചെയ്യുകയാണ്. ഇപ്പം നമുക്കിവിടെ സ്റ്റോക്ക് സമ്മറി ഒന്നുമില്ല. 1750 രൂപയാണ് ഗ്രോസ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 87 രൂപ 50 പൈസ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് പഠിച്ചത്? എങ്ങനെയാണ് VAT പേയബിളിലേക്ക് 87.50 മാറ്റുന്നത് നോക്കാം. നമുക്കിവിടെ ട്രാൻസാക്ഷൻ VAT അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഔട്ട്പുട്ട് VAT 5% അക്കൗണ്ട് അറ്റർ 362.50, ഇൻപുട്ട് VAT 275, VAT പേയബിൾ 87.50. നമുക്കതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വൗച്ചർ F7 ജേണൽ ഔട്ട്പുട്ട് VAT അവിടെ 362.5 കൊടുത്തു. അപ്പോൾ അത് 0 ആയി. ഇൻപുട്ട് VAT 275, അതും 0 ആയി. VAT പേയബിൾ എന്നുള്ള ക്രിയേറ്റ് ചെയ്യുക. VAT പേയബിൾ അണ്ടർ കറണ്ട് ലൈബിലിറ്റി സേവ് ചെയ്യുന്നു. അവിടെ 87.50 എന്ന് പറഞ്ഞു വരും. accept, fine. Then F5 VAT payable 87.5 cash or bank സേവ് ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിൽ പോയി കഴിഞ്ഞാൽ ആ വാല്യൂയോടെ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ VAT വിത്ത് ഇൻവെൻറ്ററി ട്രാൻസാക്ഷനാണ് നമ്മളിപ്പം പറഞ്ഞത്. അപ്പോൾ അക്കൗണ്ട്സ് ഉള്ളിയും വാറ്റിൻ്റെ പറഞ്ഞു, അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻറ്ററി ട്രാൻസാക്ഷനും വാറ്റിൻ്റെ പറഞ്ഞു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഷിയാബ്സ് അക്കാഡമീസ് ലേൺ ടാലി സോഫ്റ്റ്വെയർ ഇൻ സിമ്പിൾ മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.